ജയിച്ച MLA-മാർക്കും ജയിപ്പിച്ചവർക്കും ആശംസകൾ. ഒരിക്കൽ തലശ്ശേരിയിൽ നിന്ന് ഒരുപറ്റം വിദ്യാർത്ഥികൾ നിയമസഭ കാണാൻ തിരുവനന്തപുരത്തെത്തി. തിരിച്ചു പോകും വഴി തീവണ്ടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ MLA-യും ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ കുട്ടികളോട് ചോദിച്ചു, നിയമസഭയൊക്കെ കണ്ടോ, എങ്ങനെയുണ്ട്? തലശ്ശേരി തലായി കടപ്പുറത്തിനടുത്ത് താമസിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, തലായി കടപ്പുറത്തെ ഞണ്ടുകളുടെ സഞ്ചാരം പോലെയുണ്ട് MLA-മാരും. അവർ വരികയാണോ പോവുകയാണോ എന്ന് പറയുക അസാധ്യം. നിയമസഭയുടെ അകത്തളങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റൊലിക്കൊള്ളാൻ വോട്ട് ചോദിച്ച എല്ലാ MLA-മാർക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ കുട്ടിയുടെ വിശദീകരണം. നിയമസഭ കൂടുമ്പോൾ ഒപ്പിട്ട് മുങ്ങുന്ന ഒപ്പിയാന്മാർക്കും ചോദ്യോത്തരവേള കഴിയുമ്പോൾ ഇരിക്കപ്പുറതി ഇല്ലാതാകുന്നവർക്കും വോട്ടെടുപ്പെന്ന് കേൾക്കുമ്പോൾ വണ്ടിയിൽ മണ്ടി കിതച്ചെത്തുന്നവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ്. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന MLA-മാർക്ക് അല്ലെങ്കിൽ നിയമസഭയിൽ കൃത്യമായി പോകാത്ത MLA-മാർക്ക് നാട്ടുകാർ നൽകിയ ഒരു പൂർണ്ണ രൂപമുണ്ട്. MLA എന്നാൽ മൗത്ത് ലുക്കിംഗ് ഏജന്റ് എന്നാണ് ആ നിർവചനം. 1957 മുതൽ പലതവണ MLA-യും മന്ത്രിയുമൊക്കെ ആയിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ പറയുന്ന ഒരു സംഭവമുണ്ട്. ആദ്യകാലത്തൊക്കെ നിയമസഭ കൂടുമ്പോൾ മണ്ഡലത്തിൽ ചെന്നാൽ വോട്ടർമാർ ചോദിക്കുമായിരുന്നത്രേ, അവിടെ ഭൂപരിഷ്കരണമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ തെക്കുവടക്ക് നടക്കുകയാണോ എന്ന്. എന്നിട്ട് ചന്ദ്രശേഖരൻ നായർ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. പണ്ട് വാദിക്കാനും തർക്കിക്കാനുമുള്ള പഠനവും വായനയും ഒക്കെയായിരുന്നു MLA-മാർക്ക് ആവശ്യമായിരുന്നത്. ഇന്ന് കല്യാണത്തിനും അടിയന്തരത്തിനും പോകാനുള്ള ആരോഗ്യമാണ് വേണ്ടതത്രേ. ഇത് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവരുടെ അവസ്ഥ ഈ കൊക്കയിലായിരിക്കും. ഓർക്കണം, അങ്ങനെയാണ് കേരളത്തിൽ MLA-മാർ ഇങ്ങനെയായത്.